നമ്മുടെ നാടിങ്ങനെ കുറേ വെള്ളവും അതിൻ്റെ ഭംഗിയും ഒക്കെ ഉള്ളത് ആണെന്നാണല്ലോ പറയുന്നത്. മഴ മാനത്ത് കണ്ടാൽ നടുറോഡിൽ കുത്തിയൊഴുകുന്ന വെള്ളം മാത്രമല്ല കേട്ടോ, നമ്മുടെ പുഴകളും നദികളും പിന്നെ കൊച്ചു അരുവികളും. നമ്മുടെ ഈ ജലാശയങ്ങളെയൊക്കെ മോടി പിടിപ്പിച്ച് ബ്യൂട്ടിഫുൾ ആക്കുമെന്നാണ് വാക്കും നമ്മുടെ MP ശശി തരൂർ വലിയ ഗീർവാണ പ്രസംഗവും ഒക്കെ നടത്തിയിരുന്നത്. 15 വർഷം കഴിയുമ്പോൾ വാക്ക് വലിയ ചാക്ക് പോലെയായി. പാവി ചെല്ലുന്നിടം പാതാളം, അത്ര തന്നെ. അതെ, നീ വന്നിട്ടുള്ള എല്ലാ സ്ഥലവും എനിക്ക് പാതാളായിരുന്നു. ആണല്ലോ. ഇപ്പൊ പോയാൽ ഇവിടെ എന്താണ് കാഴ്ച എന്ന് നോക്കിയാലോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വെള്ളാണിക്കായലിലെ കരയിലൊക്കെ ഒന്ന് പോയി കേട്ടോ. അവിടെ വെനിസ് മോഡൽ ആക്കും എന്നായിരുന്നു നമ്മുടെ MP അദ്ദേഹത്തിന്റെ തള്ള്. ഇപ്പൊ പോയ നാട്ടിലെ എല്ലാ ചവറും പിന്നെ കളച്ചെടികളും മാത്രം നിറഞ്ഞ് പുഷ്ടിപ്പെട്ടിട്ടുണ്ട് കുറെ. ഇതൊക്കെ ആണെങ്കിലും അദ്ദേഹം വെള്ളാണിക്കായൽ പുനരുദ്ധരിച്ചു എന്ന് വലിയ ഗീർവാണം നിർത്താതെ മുഴക്കുന്നുണ്ട്. കായലിൽ നീരൊഴുക്ക് കുറഞ്ഞു എന്നേ ഉള്ളൂ. നാട്ടിലും നടുവഴിയിലും വെള്ളം പോകാനുള്ള വഴിയൊക്കെ അടഞ്ഞു. മഴ പെയ്താൽ നാട് മുഴുവൻ കായലാവും, ജനം വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങും. ഈ കാണുന്നത് വെള്ളയാണിക്ക് പോകുന്ന വഴി. മഴ ഒന്ന് പെയ്താൽ പിന്നെ വള്ളം കളി നടത്താം. നാട്ടിൽ എന്ത് പ്രശ്നത്തിനും പരിഹാരം ലോകത്ത് എവിടെയോ ഉള്ള നഗരത്തിലെ പോലെ ചെയ്തു കളയും എന്നാണ് നമ്മുടെ MP സാറിന്റെ വാക്ക്. ചെറിയ കാച്ചൊന്നുമല്ല, വലിയ ഇംഗ്ലീഷിലല്ലേ തള്ളൊക്കെ. All hat and no cattle. Do you know what Shashi Tharoor meant by all hat and no cattle? It means someone who is all talk with no action. താങ്കൾ പറയുന്ന എല്ലാത്തിനും ഒരർത്ഥമേ ഉള്ളൂ, അത് വെറും തള്ള്. ഇപ്പം സമയം വന്നു, താങ്കളുടെ ഇംഗ്ലീഷ് തള്ളൊന്നും ഇനി നടക്കില്ല. ജനം മലയാളത്തിൽ ചോദിക്കും, മലയാളത്തിൽ ഉത്തരം പറയിപ്പിക്കും. അറിയട്ടെ താങ്കളുടെ മലയാള പരിജ്ഞാനം. നിന്റെ അമ്മായിയമ്മ പെറ്റു, കൊച്ചിന് പേരിട്ടു ടിന്റുമോൻ. പോരെ എന്താ പറഞ്ഞേ? അപ്പൊ തള്ളക്ക് വിളിച്ച മലയാളം പറയാൻ അറിയാല്ലേ? എന്റെ കൊച്ചു ദിവസവും ക്ലാസ്സിൽ കൊണ്ടുവരണ ചോറ്റുപാത്രവും വെള്ളം കൊണ്ടുവരണ കുപ്പിയും കൊണ്ട് കളയണമെന്ന് അത് അവിടെ ക്ലാസ് ടീച്ചറിനോടൊന്ന് പറഞ്ഞാ മതി കേട്ടാ. അതുകൂടി അറിഞ്ഞിട്ട് വേണം താങ്കളെ മലയാള നാടിന് കെട്ടുകെട്ടിക്കാൻ. ഏപ്രിൽ 26-ന് വോട്ടിട്ടാൽ താങ്കളുടെ കാര്യത്തിൽ ജനം ഒരു തീരുമാനമാക്കും. അപ്പൊ പിന്നെ വെനീസിലോ അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിളിലോ ഒക്കെ പോയി വാർദ്ധക്യം ചെലവഴിക്കും.